ഇത്തര CP ജോൺ ഇപ്പോൾ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഓർഡിനറി ബസ്സിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന്. അപ്പോൾ ഇത്രയും ദിവസം മാധ്യമങ്ങൾ ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് ഈ വാർത്ത ലോകം മൊത്തവും കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ വാർത്തയൊക്കെ കിട്ടുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന്. എല്ലാ മാധ്യമങ്ങളുടെയും ഡെസ്കുകളിൽ ഇപ്പോൾ ജ്യോത്സ്യന്മാരെ നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലം കൊണ്ട് കാണുന്നൊരു സംഭവമാണ്. ജ്യോത്സ്യന്മാരെ വെച്ചിട്ടുണ്ട്. ഈ മന്ത്രിമാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചത് കണ്ടായിരുന്നല്ലോ. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കിയായിരുന്നല്ലോ ഇവര്. അങ്ങനെ പലരെയും മന്ത്രിയാക്കിയായിരുന്നു. ഈ ജ്യോത്സ്യന്മാർ രാവിലെ കബഡി എടുത്ത് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലർക്കത് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഈ അവസ്ഥയിലാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്രയോ മഹാരഥന്മാരായ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നൊരു നാടാണ് കേരളം. എത്രയോ കൃത്യമായും സ്പഷ്ടമായും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന നല്ല മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളാകട്ടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ ഉണ്ടായിരുന്നൊരു നാടാണിത്. ഈ പ്രമുഖ മാധ്യമങ്ങളും പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഈ ഓൺലൈൻ മാധ്യമങ്ങളെ അങ്ങ് ട്രോളാറുണ്ടല്ലോ. എന്തായാലും ഇത്രയും പോക്കർത്തരവും പൊട്ടത്തരവും എന്നും പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ KSRTC വിഷയത്തിലേക്ക് വന്നാൽ, കേരളത്തിലെ ഈ UDF സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുത്ത ഒന്നാണ് ഇന്ദിരാ ഗ്യാരണ്ടി. ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ വേണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ മരിച്ചാളുടെ പേരിൽ ഗ്യാരണ്ടി കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ച സംഘി കുട്ടികളൊക്കെ ഉള്ള നാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചത് KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി എങ്ങനെ നടപ്പിലാക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് കേരളത്തിന്റെ KSRTC ഉണ്ടാക്കിയ കേരളത്തിലെ KSRTCയെ ലാളിച്ചു വളർത്തിയ, കേരളത്തിലെ KSRTCയെ ലാഭത്തിലാക്കിയ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ സാർ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത്. അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കൂല, എന്റെ KSRTCയിൽ അങ്ങനെ സൗജന്യയാത്ര കൊടുക്കാൻ പറ്റൂല എന്നൊക്കെയാണ് ഗണേശ് സാർ പറഞ്ഞത്. പക്ഷേ VD സതീശൻ അധികാരത്തിലെത്തുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുകയാണ് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള സ്ത്രീകളുടെ KSRTCയുടെ സൗജന്യ യാത്ര ജൂൺ മാസം 15-ാം തീയതി കൂടി നടപ്പിലാക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ചില മാധ്യമങ്ങളിലെ വാർത്ത വരെയാണ് ഈ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ മാത്രമേ, ഒരുപക്ഷെ ഓർഡിനറി ബസ്സിലായിരിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല, അതേ ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നടപ്പാക്കാൻ പറ്റുള്ളൂ. ഇത് സർക്കാർ തീരുമാനം എന്ന പോലെ വാർത്തകൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ എന്താണ് ചെയ്യുന്നത്? ഇന്ന് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളെയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രവചിക്കലാണോ മാധ്യമ പ്രവർത്തകരുടെ പണി? ഇവർ ഇതിനു മുമ്പോട്ട് ഒരു കാര്യം കൂടെ പ്രവചിച്ചിരുന്നു. ഈ VD സതീശൻ സർക്കാരിൻ്റെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം മാധ്യമങ്ങൾ കൊടുത്തതാണ് മോഡിഫിക്കേഷൻ. പിള്ളേരല്ലേ, അവർ ചെയ്യട്ടെ, നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പഠന റിപ്പോർട്ട് ഇവർ കൊടുത്തത് മാധ്യമങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് അവർ തന്നെ ഒരു 18 ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് മാത്രമാണ് അനുവദിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഉണ്ടാക്കുന്നു. ഞാൻ സർക്കാർ ഒരു പുതിയ കേരളത്തിൽ കീഴ്വഴക്കമില്ലാത്തൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഘട്ടം ഘട്ടമായി മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? അതെ. ആശാവർക്കർമാരുടെ വേതന വർധനവ് പോലും 3000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് ബാക്കി ഘട്ടം ഘട്ടമായി ആലോചിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കാവുന്ന സാമ്പത്തികവും സാമൂഹികവുമായ ആഘാതങ്ങളെ പറ്റിയൊക്കെ കൃത്യമായ പഠനം നടത്തണം. അപ്പോൾ അതിൻ്റെ ട്രയൽ റൺ എന്ന രീതിയിലാണ് ഈ പറയപ്പെടുന്ന മോട്ടോർ വാഹന വകുപ്പ് കേന്ദ്ര നിയമത്തിന്റെ പരിധിയിൽപ്പെടാത്ത 18 ഐറ്റങ്ങൾ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞത്. ഈ 18 ഐറ്റങ്ങളിൽ തന്നെ ഈ സ്റ്റിക്കർ അടിക്കുക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. നമ്മളൊരു വണ്ടി എടുത്താൽ ആ വണ്ടി അതേപോലെ കൊണ്ടുപോകണം. ഒരു വാഹനം എടുക്കുന്ന ആൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കർ പതിക്കാൻ അധികാരമില്ലാത്ത ഈ നാട്ടിൽ സർക്കാർ വാഹനങ്ങൾ, പ്രത്യേകിച്ച് KSRTC വാഹനങ്ങളിൽ മുഴുവൻ കണ്ട സ്വർണ്ണക്കടക്കാരന്റെയും കള്ളു കച്ചവടക്കാരനെയും പരിചയം വേണം, അല്ലെ? അപ്പൊ സർക്കാരിനൊരു നീതി, പാവപ്പെട്ടവന് മറ്റൊരു നീതി എന്നൊരു തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ബാക്കി കേന്ദ്രവുമായി ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവന്മാരെന്താണ് ഏറ്റവും കൂടുതൽ വരുമാനം കള്ളിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ആയിരുന്നെടുത്ത് MVD കൊണ്ട് പിഴ മേടിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വെക്കുന്നത് മനസ്സിലാക്കും. പിഴ ഈടാക്കാൻ വേണ്ടി മാത്രം ഒരു സ്കൂട്ടറിൽ ഒരു അച്ഛനും അമ്മയും പോകുമ്പോ കൂട്ടത്തിൽ ഒരു 5 വയസ്സുള്ള കുഞ്ഞുകൂടി പോയാൽ പെറ്റി അടിച്ചിരുന്ന നാട്ടിലാണ്, അല്ലെ? അവിടെയാണ് ഈ പറയപ്പെടുന്ന മാറ്റങ്ങൾ വരുത്താൻ ഈ സർക്കാർ തയ്യാറെടുക്കുന്നത്. പഠന റിപ്പോർട്ട് അതിനുവേണ്ടി തയ്യാറാക്കിയത്. അതിന്റെയും അന്തിമ തീരുമാനം പുറത്തു വന്നിട്ടില്ല. ഇത് വെറുതെ തീരുമാനം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പല കാര്യങ്ങളും മന്ത്രിമാർ അറിയുന്നതിന് മുമ്പ് മാധ്യമ വാർത്തകളായി പുറത്തേക്ക് വിടുകയാണ്. പല വാർത്തകളും ഇപ്പൊ PMCയുടെ വിഷയം അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആലോചന പോലും നടന്നിട്ടുണ്ടാവില്ല. അതിനു മുമ്പേ കാര്യങ്ങൾ തീരുമാനിക്കുക. എത്ര പേരെ ഇവര് മന്ത്രിയാക്കി? ഇനിയിപ്പോ രമേശ് ചെന്നിത്തല ഹരിപ്പാട് MLA സ്ഥാനം രാജിവെപ്പിച്ചില്ലേ ഉമ്മര്?
പിന്നെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയില്ലേ ഇവര് പലരും എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ കാര്യം. എന്ത് തന്നെയായാലും ഗതാഗത വകുപ്പിൽ ഈ പറയപ്പെടുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നടപ്പിലാക്കും. അപ്പൊ ജോസ്മോൻ, നമ്മുടെ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞു ആൺകുട്ടികൾക്കും വേണം എന്ന്. അദ്ദേഹത്തിന്റെ ആ വാദത്തോട് എനിക്ക് യോജിപ്പാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ആൺകുട്ടികളായ വിദ്യാർത്ഥികൾക്കും ഈ സൗജന്യ യാത്ര നടപ്പിലാക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. കഴിയുമെങ്കിൽ KSRTC എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതെ, യാഥാർത്ഥ്യമാവുന്ന ഒന്നല്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ കൂടി തേടണം. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് എടുത്ത് പൊതുഗതാഗതം തികച്ചും സൗജന്യമാക്കി കൊടുക്കാൻ പറ്റിയാൽ, ടിക്കറ്റ് ഏതര വരുമാനം ഉണ്ടാക്കാൻ പറ്റിയാൽ അത് വളരെ നല്ല തീരുമാനമായിരിക്കുമെന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. ജനങ്ങൾക്ക് വേണ്ടത് സൗജന്യമൊന്നുമല്ല. പിന്നെ ഓർഡിനറി ബസ്സിൽ മാത്രം ഫ്രീ കൊടുത്താൽ എങ്ങനെ മൂന്നാറിൽ പോകും? ഇന്ന് ദേശാഭിമാനി 2 പെൺകുട്ടികൾ ഒരു ബസ്സിലെ യാത്രയുടെ സംഭാഷണ രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മൂന്നാറിൽ എങ്ങനെ പോകും, നിങ്ങൾക്ക് കണ്ണൂർ പോകണമെങ്കിൽ എങ്ങനെ പോകും, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ ഈ ആലുവ മൂന്നാർ റോഡിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഇവിടുന്ന് ആലുവ മൂന്നാർ റോഡിലേക്ക് മൂന്നാറിൽ പോകാൻ ഓർഡിനറി ബസ്സൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വിഷമിക്കേണ്ട, ആരും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ തിരുവനന്തപുരത്ത് നിന്ന് 3.5 മണിക്കൂറിന് കണ്ണൂരെത്തുന്ന അതിവേഗ റെയിൽ ഈ 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാനും സർക്കാർ തയ്യാറാവുകയാണ്. ഞാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഈ ആലുവ സ്റ്റോപ്പിൽ നിന്ന് കയറി എൻ്റെ വീടായ കൊട്ടാരക്കരയിൽ 1 മണിക്കൂർ കൊണ്ടെത്തി അച്ഛനെയും അമ്മയും കണ്ട് അവിടുന്ന് ആഹാരം കഴിച്ചിട്ട് അവിടുന്ന് വീണ്ടും അതിവേഗ റെയിൽ കയറി തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിലേക്കും കോഴിക്കോട്ട് നമ്മുടെ ഓഫീസിലേക്കും ഒക്കെ പോകുന്നതിനെ പറ്റി ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിൽക്കാൻ പോയ ഗോവിന്ദൻ മാഷ് കൊടുത്ത സ്വപ്നമല്ല ഇത്. VD സതീശന്റെ പ്രഖ്യാപനം വന്നിട്ടില്ല കേട്ടോ. VD സതീശൻ പ്രഖ്യാപിച്ചാൽ, VD സതീശൻ നാക്കോട്ട് നടപ്പിലാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിക്കും.